അയ്യോ ആന ആന. അപ്പോൾ നമ്മൾ ആനേനെ കണ്ടു അല്ലേ. അപ്പോൾ നമ്മൾ ബന്ദിപ്പൂരൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഗുണ്ടൽപേട്ട് എത്താനായി. ഗുണ്ടൽപേട്ടിൽ ഉള്ള റോഡിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത്. ഗുണ്ടൽപേട്ടിലേക്ക് ഇനി 15 കിലോമീറ്റർ കൂടിയുള്ളൂ. അപ്പോൾ വെൽക്കം ടു ഫാമിലി ടൈൽസ്. ഞാൻ രൂപേഷ്, കൂടെ ഷിജു ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്ന എപ്പിസോഡുകൾ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വലിയ നന്ദിയുണ്ട് കേട്ടോ. തുടക്കക്കാരനായ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എൻ്റെ അകമഴിഞ്ഞ ഹൃദയം നിറഞ്ഞ സ്നേഹം. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതിൻ്റെ മുൻഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മൾ തൊള്ളായിരങ്കണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഓഫ് റോഡും അതേപോലെ ഒരു ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട്, ഇനി വരാനുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പോൾ നമ്മൾ അതിമനോഹരമായ ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. എന്ത് ഭംഗിയാണ് നോക്കിയേ. എന്താണ് തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര, അല്ലെങ്കിൽ കർണാടക തമിഴ്നാടൊക്കെ പോകുമ്പോൾ കാണുന്ന ഇങ്ങനെ സമതല പ്രദേശങ്ങളിലൂടെയുള്ള ഈ നീണ്ടു കിടക്കുന്ന റോഡിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു കൃഷിയും, ഒരുപാട് കൃഷികളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ തമിഴ്നാട്. ഇത് കർണാടകയാണ്. നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടില്ല, തമിഴ്നാട്ടിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഇത് തമിഴ്നാട്ടിൽ എത്തിയിട്ടില്ല, നമ്മൾ കർണാടകയിലാണ് ഉള്ളത്. അപ്പോൾ തമിഴ്നാട്ടിലേക്ക് ശരിക്കും നമ്മൾ എത്തുന്നത് പിന്നെ മറ്റേ ടൈഗർ റിസർവിൻ്റെ അകത്ത് കൂടി പോകുമ്പോഴല്ലേ അല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. കർണാടകയുടെ ഭംഗിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്ത് ഭംഗിയല്ലേ. ഇതിലൊക്കെ നമുക്ക് നിർത്തി അതേപോലെ ഈ കൃഷിയിടങ്ങളിലൊക്കെ ഇറങ്ങി അങ്ങനെ ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് ഉള്ള സമയപരിമിതിയാണ്. നമ്മൾ ഗോപാൽസ്വാമി ആ ടെമ്പിൾ കിട്ടുമോ എന്നുള്ളൊരു രീതിയിലുള്ള യാത്രയാണ് ഇപ്പോൾ പോകുന്നത്. കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്, ഒരുപാട് വൈകിപ്പോയി. അപ്പോൾ നമ്മൾ എന്തായാലും സൂര്യകാന്തി പാടങ്ങൾ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗുണ്ടൽപേട്ടിലേക്കാണ് പോകുന്നത്. ഗുണ്ടൽപേട്ട് കർണാടകയിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടാവും. അപ്പോൾ ഗുണ്ടൽപേട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗുണ്ടൽപേട്ടിലേക്ക് എത്താൻ ഇനി ഏകദേശം കിലോമീറ്ററുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഗുണ്ടൽപേട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് സൂര്യകാന്തി പാടങ്ങൾ ശരിക്കും കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഓണം സീസണൊക്കെ കഴിഞ്ഞത് കൊണ്ട് ഒരുപാട് പൂവും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കയറ്റി പോയിട്ടുണ്ട്. ഉണങ്ങി നിൽക്കുന്ന ഷോർട്സും റീൽസും ഒക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഒരു പ്രതീക്ഷ നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായ റോഡുകളാണല്ലേ. ആ ഒരു നീണ്ടു കിടക്കുന്ന ആ ഒരു കറുത്ത പാതയിലൂടെ നമ്മളിങ്ങനെ ആകാശത്തിൻ്റെ ഒക്കെ ഒരു ഭംഗി കണ്ടില്ല. അതേപോലെ ചുറ്റുമുള്ള കൃഷിയിടങ്ങളുടെയും മാവും തെങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ സൂര്യകാന്തി പൂവുകൾ അല്ലെങ്കിൽ സൂര്യകാന്തി വിളവെടുത്തതിന് ശേഷമുള്ള പാടങ്ങൾ ഒരുപാട് കണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് സൂര്യകാന്തിയാണ് നമ്മളെ ലക്ഷ്യം. സൂര്യകാന്തി പാടം കാണണം, സൂര്യകാന്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം. അപ്പോൾ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ഇതാ ഏകദേശം ഒരു സൂര്യകാന്തി പാടത്തിൻ്റെ അടുത്ത് എത്തിയോ എന്നൊരു സംശയം. എത്തി മക്കളെ, നമ്മളെത്തി, നമുക്ക് കിട്ടി. ഓണം കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും സൂര്യകാന്തി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഇതിനകത്തേക്ക് കയറാൻ 25 രൂപയാണ് അവർ ടിക്കറ്റ് മേടിക്കുന്നത്. അതേപോലെ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ തോട്ടങ്ങൾ ഒരുപാട് ഇവിടെ ഇനിയും ഉണ്ട് എന്നാണ് പറഞ്ഞത്. കുറച്ച് കാലം കൂടി, അതായത് 1.5 മാസം കൂടി ഇതുപോലെ ഇവിടെ ഉണ്ടാവും എന്നാണ് ഇപ്പോൾ ഇവിടുന്ന് ഈ ആൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതിനകത്തേക്ക് കയറി. എന്ത് രസമല്ലേ, എന്ത് രസമാണ് കാണാൻ. നോക്കൂ, വളരെ മനോഹരമായ, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, പിന്നെ ആ ഒരു വെയിലിന് തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള, അതായത് വെയിൽ അപ്പുറത്തെ ഭാഗത്തു നിന്നാണ് വരുന്നത്, സൂര്യകാന്തിയൊക്കെ ഇപ്പുറത്തോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. അതെന്താണെന്ന് അങ്ങനെ എന്താണെന്നറിയോ? അതിൻ്റെ ഒരു രീതി അങ്ങനെയാണോ? അതിലെന്തെങ്കിലും ഇതുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ ആ രീതിയിൽ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചാണ് കേട്ടോ. വളരെ മനോഹരമായ, ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കാണ്.
പിന്നെ ഇതിൻ്റെ അങ്ങേ തല മുതൽ ഇങ്ങേ തല വരെ ആളുകൾ നിന്ന് പല രീതിയിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അല്ലാത്ത ഫോണിൽ ഫോട്ടോ എടുക്കുന്നവരും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആളുകൾ ഇതിനകത്ത് ഓരോരോ പ്രവർത്തികളിൽ ഏർപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ദിവസം ഇവർ നല്ല രീതിയിലുള്ള ക്യാഷ് ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഷുവറാണ്. കാരണം ഒരാൾക്ക് 25 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 4 ആളുണ്ടെങ്കിൽ 100 രൂപയായി. ഒരു ദിവസം എനിക്ക് തോന്നുന്നത് 1000 കണക്കിന് ആൾക്കാർ ഇവിടെ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു 100ഓളം ആളുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈവനിങ് സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര ആളുകൾ വന്ന് പോകുന്നുണ്ടാവും. അപ്പോൾ നല്ലൊരു വരുമാനം അവർക്ക് ആ രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടാവും ഈ ഒരു കൃഷിയിൽ നിന്ന്. എന്തായാലും അവർക്കും ജീവിക്കാനുള്ളൊരു മാർഗമായി മാറിയതിൽ അതുപോലെ തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എല്ലാം കൂടി വളരെ മനോഹരമായ ഒരു സംഭവം തന്നെയാണ് ഈ സൂര്യകാന്തി എന്ന് പറയുന്നത്. പിന്നെ സൂര്യകാന്തി എന്ന് പറയുന്നത് വെറുതെ ഒരു പൂവല്ല, അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ. അപ്പോൾ അതും വരുമാനം തന്നെയാണ്. എന്ത് ഭംഗിയാണ് നോക്കി, അത്രയും സൂപ്പറായ സൂര്യകാന്തി അല്ലേ. അതിൻ്റെ ഒരു ഭംഗി എങ്ങനെ ഞാൻ പറയാം, അത്രയും നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ളൊരു ഭംഗി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് വിട പറയുകയാണ്. ഇനി അടുത്ത തോട്ടങ്ങൾ അതേപോലെ ഇവിടെ പിന്നെ ഒരുപാട് തോട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിനി പിന്നെ ഗോപാലസ്വാമി ടെമ്പിൾ കിട്ടേണ്ടത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങാനുണ്ടായത്. ഇവിടെ ഒരുപാട് കൃഷിത്തോട്ടങ്ങളുണ്ട്, വാഴയുണ്ട്, ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കൃഷിയായിട്ട് ഈ പാടങ്ങളിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യാനെന്നൊക്കെ ഉണ്ട്. നമ്മൾ അതിനായിട്ട് ഇനി വേറൊരു ദിവസം അതൊക്കെ സോളോ ട്രിപ്പ് വരുമ്പോഴേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് ഒരുപാട് സമയം അതുപോലെ ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്നൊരു ട്രിപ്പായിട്ടായിരിക്കും അത് നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഞാൻ എങ്ങനെ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ മെയിൻ ഹൈവേസ് ഒന്നും അല്ലാതെ നമ്മളെ ഈ പഴയ കാലങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള പഴയ ഗ്രാമീണ ഭംഗി ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അത്തരം ഒരു യാത്ര എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം സീരീസൊക്കെ ഇനി വരാനുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവണം. അപ്പോൾ നമ്മൾ സൂര്യകാന്തി കണ്ടു. ഇനി നമ്മൾ പിന്നെ ഗുണ്ടൽപേട്ടിൽ നിന്ന് നമ്മൾ നേരെ പിന്നെ ഗൂഡല്ലൂർ പിടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിൽ നമ്മൾ ടൈഗർ റിസർവ് കൂടിയാണ് പോകുന്നത്. ടൈഗർ റിസർവ് നമ്മൾ കർണാടകയുടെ ടൈഗർ റിസർവ് ഉണ്ട്, ഫോറസ്റ്റ് കൂടിയാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റിലേക്ക് കടക്കും. അത് കഴിഞ്ഞാണ് നമ്മൾ ഗൂഡല്ലൂർ ചെല്ലുക. അപ്പോൾ അതൊരു അടിപൊളി അവിസ്മരണീയമായ ഒരു യാത്ര തന്നെ ആയിരിക്കും. ആ യാത്ര ഇനി അടുത്ത എപ്പിസോഡിലാണ് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക. എന്തായാലും നിങ്ങൾ ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ കൂടിയതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അത് എൻ്റെ ഒരു അപേക്ഷയാണ്. കാരണം നിങ്ങളുടെ സജഷൻസ് പറഞ്ഞാലല്ലേ നമുക്കതിൽ മാറ്റങ്ങളും അല്ലെങ്കിൽ എന്താണ് വ്യത്യസ്തത കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് ആലോചിക്കാനും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മൾ. അത്രയും അടിപൊളിയായിട്ടുള്ള ചെറിയ അത് ഇവിടെ മല്ലിക തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് അവിടെ നിർത്താൻ സമയമില്ല. നമുക്ക് ആ ഒരു ടെമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അത് മിസ്സാവുന്ന തോന്നണത്. ഇതൊക്കെ കവർ ചെയ്യാൻ പറ്റാതെ പോവുകയും ചെയ്യും. കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറഞ്ഞ മാതിരി ആവുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രൈ ചെയ്യാമല്ലോ, നമുക്ക് കിട്ടിയാൽ ഹാപ്പി. ഇല്ലെങ്കിൽ നമ്മൾ ഫോറസ്റ്റിലേക്ക് കടക്കാൻ അവിടെ എന്തോ ഒരു ടൈം ലിമിറ്റ് എന്തോ ഉണ്ട്, 9 മണി വരെയാണ് തോന്നുന്നു നമുക്ക് അവിടെ പിന്നെ ഫോറസ്റ്റിലൂടെ അങ്ങോട്ട് ഗൂഡല്ലൂർക്കുള്ള എൻട്രി ഉള്ളത്. അത് നമ്മളത് 7 മണിയാണോ 8 മണിയാണോ 9 മണിയാണോ എന്നുള്ളത് കറക്റ്റ് നമുക്ക് അറിയില്ല, അവരത് ക്ലോസ് ചെയ്യുന്ന സമയം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് ഗുണ്ടൽപേട്ട് വന്നു എന്നല്ലാതെ നമുക്ക് സൂര്യകാന്തി കണ്ടു എന്നുള്ളതല്ലാതെ അധികം ടൈം അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഉണ്ടായില്ല. അതൊരു നഷ്ടമായിട്ട് തോന്നി. സാധാരണഗതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഗുണ്ടൽപേട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറച്ചും കൂടിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെ സമയപരിമിതി മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും നമ്മുടെ ഈ ഒരു റോഡ് ട്രിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മനോഹരമായ റോഡ് ട്രിപ്സ് നമ്മൾ ഇനിയും ചെയ്യുന്നതാണ്.
അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് എത്തി. ഗുണ്ടൽപേട്ടിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മൈസൂരും, റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഗൂഡല്ലൂരുമാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, മൈസൂർ ദസറയൊക്കെ നടക്കുന്ന സമയമാണ്. ദസറയൊക്കെ വരുന്നുണ്ട് 22-ാം തീയതി മുതൽ നെക്സ്റ്റ് 2-ാം തീയതി വരെയാണ് സംഭവം. ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു പരിപാടിയാണ് കേട്ടോ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളൊക്കെ മോശമായതുകൊണ്ട് ഇത്തവണ നമ്മളതിന് പോകുന്നില്ല. നെക്സ്റ്റ് ടൈം നമ്മൾ എന്തായാലും ദസറ കവർ ചെയ്യുന്നതായിരിക്കും. കാരണം അവിടെ റൂം റെൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടെ തന്നെ വാടക 5000 രൂപയൊക്കെ ഉണ്ട്. 1000 രൂപ 800 രൂപയൊക്കെ ഉണ്ടായിരുന്ന റൂമിന് 5000-ഓളം രൂപയൊക്കെ ഉയർത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. നമ്മൾ ഫോറസ്റ്റ് കയറിയപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ സൈറ്റിങ്സ് കുറച്ച് മാൻകൂട്ടങ്ങളെയാണ്. ഇനിയും ഒരുപാട് മൃഗങ്ങളെ നമുക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റ് റൂട്ട് അതൊരു അനുഭവം തന്നെയാണ് അല്ലേ. ആ ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെ ഇങ്ങനെ പോകുന്നത്, വണ്ടി ഓടിച്ച് പോകുന്നതായിക്കോട്ടെ, അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അത് മൃഗങ്ങളെയൊക്കെ കണ്ട് അങ്ങനെ പോകുന്നത് വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മളൊരു ആനയെ സൈറ്റ് ചെയ്തു, നല്ലൊരു കൊമ്പനെ സൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി അടുത്ത പാർട്ടോട് കൂടി ഈ ഒരു സീരീസ് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത പാർട്ടിൽ നമ്മൾ ആനയെ ഒരു കൊമ്പനെ കണ്ടതും അതേപോലെ കുറച്ച് മാൻകൂട്ടങ്ങളെ കണ്ടതും കുറച്ച് മൃഗങ്ങളെ കണ്ടതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട്, കാണണേ.